അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് നമ്മൾ നല്ല ഒരു വറുത്തരച്ച കോഴിക്കറിയും പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. നമുക്ക് തേങ്ങ വറുക്കുന്ന ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തേങ്ങയാണ് ചെറുതായി ചതച്ച് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്, ഒരു സ്പൂണ് വലിയ ജീരകം. അങ്ങനെ നന്നായി ഇത് ഞാൻ വറുക്കുന്നുണ്ട്. വലിയ വറുത്തെടുക്കണം. അങ്ങനെ നന്നായി വറുക്കുന്നുണ്ട്. ഇത് പൊരിയണത്ര തേങ്ങ നന്നായി വറുക്കുന്നു. നിങ്ങളെല്ലാം പേർക്ക് ഫുഡായ നമ്മൾ കറിക്ക് തേങ്ങ വറുക്കുന്നത്ര കമൻറ്റ് പറയണം കേട്ടോ. ഫുഡായോന്ന്. 7 മണിയായി ഇപ്പോൾ സമയം, രാത്രി. കുറച്ച് വൈദ്യുതി മാപ്പിള ചിക്കൻ കൊണ്ടുവരാൻ കുറച്ച് വൈദ്യുതി മീൻ നിറഞ്ഞിട്ട് പോയത്, പക്ഷെ മീൻ കിട്ടാത്തതുകൊണ്ട് ചിക്കൻ വാങ്ങിയിട്ട് വന്ന്. അങ്ങനെ നന്നായി ഇതാ പൊരിയ വറുത്ത് എന്നെ നമുക്ക് ഇത് മാറ്റി വെക്കാം, തണിയാൻ വെക്കാം. എന്നിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണ ഒഴിക്കുന്ന, ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടാൻ വേണ്ടിയിട്ട്. ചൂടാവും. അങ്ങനെ എണ്ണ നന്നച്ച് ചൂടായി. അതിലേക്ക് ഞാനിതാ 2 നീരുള്ളി ചെറുതായി മുറിച്ചത് 2 എണ്ണം, ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, ഒരു 4 പച്ചമുളക് ചെറുതായി മുറിക്കിയത്. നന്നായി ഒന്നിത് വാടി. അങ്ങനെ 2 തക്കാളി നന്നായി ചെറുതായി മുറിച്ചത് അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് വാടട്ടി. വാടിയതിന് ശേഷം വേണം നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി നന്നായി വാടി അതിലേക്ക് ഞാൻ പൊടികൾ ഇടുന്നുണ്ട്. 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് നമുക്കിടാം. ഇതൊന്ന് നമുക്ക് പച്ച ചോയ പൊടിൻ്റെ എല്ലാം മണമെല്ലാം കൂട്ട് നായൊന്ന് നമുക്ക് ഇത് വാട്ടിയ നമുക്ക് കറിവേപ്പ് കുറച്ചിടാം. നന്നായി ഇത് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ഈ പൊടികളെല്ലാം ഇതാ വാടി കിട്ടി. എന്നെ ഇതിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി മുറിച്ച് കഴുകിയിട്ട് വെച്ചതാണ്. നന്നായി ഒന്ന് ഇളക്കിട്ട് കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് വെള്ളം കൂട്ടാം. നന്നായി ഇത് ഇളക്കി ഇനി നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തത് അരക്കാൻ വേണ്ടിയിട്ട് വേവിട്ട്. നന്നായി വറുത്ത് വെച്ച് തണിഞ്ഞിന് ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വറുത്ത തേങ്ങ ജ്യൂസിലേക്ക് ഇട്ട് ഇത് നമുക്ക് ഇത് പൊടിച്ചെടുക്കാവുന്നു. അങ്ങനെ നമുക്ക് പൊടിഞ്ഞോന്ന് നോക്കാം. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇതാ ഉണ്ടാ നന്നായി പൊടിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായി മഷി പോലെ അരച്ചെടുക്കാം. അങ്ങനെ ഇത്
മൊതിഞ്ഞോന്ന് നമുക്കൊന്ന് നോക്കാം. ആ നന്നായി മൊതിഞ്ഞിട്ടുണ്ട്. നന്നായി മൊതിഞ്ഞിട്ടുണ്ട്. ഇതാ മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് അതിലേക്ക് ഞാൻ വറുത്തരച്ച തേങ്ങ കൂട്ടുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കാം നമുക്ക്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതിടാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഇത് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. തിളക്കട്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് പത്തിരി ചുടാനുണ്ട്. അതും കൂടി ചുട്ടാൽ നമ്മളെ പണി ഒരുങ്ങി. അങ്ങനെ നമുക്ക് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അങ്ങനെ നമുക്ക് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇതാ പത്തിരിന് ഉണ്ടാക്കിയിട്ട് വെച്ചു. ഇവിടെ ഒന്ന് നമ്മളെ പത്തിരി ചുട്ടിട്ട് റെഡിയായി. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മളെ പത്തിരി ഇവിടെ റെഡിയായി. ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ രണ്ടാളും മാപ്പിയും കൂടും അടിച്ചു മാറുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടാ. എല്ലാവരും വന്നോ. ഇഷ്ടപ്പെട്ടത് അത് കരൾ, അത് ബെസ്റ്റ് കൊടുക്കുക. തിന്നാൻ തുടങ്ങട്ടിട്ട മക്കളെ. ഇനി എന്തിക്കാ ഒക്കെ പറ. അടിപൊളി. സൂപ്പർ ഉണ്ട് മക്കളെ. ഇതേപോലെ നിങ്ങൾ വറുത്തരച്ച് നല്ല കറിയും നല്ല പത്തിരി ചുട്ടി തിന്നിട്ട് കമൻറ്റ് എന്നോട് പറയണം. പിന്നെ എൻ്റെ വീഡിയോ കാണണം മക്കളെ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.